ഫൈറ്റ് നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഞാനില്ലാതെ. നമ്മളെ ബാക്കിയുള്ള എല്ലാം ഡമ്മി ആക്ടേഴ്സിനെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടാണ്. ആ സീനുകളാണ് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇനി അടുത്ത വരാൻ പോകുന്ന എന്താണ്, നമുക്ക് അടുത്ത ഷോട്ട് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരുപാട് എക്സസൈസോ പ്രാക്ടീസോ ഒക്കെ അധികം വേണ്ടി വന്നില്ല. ഇങ്ങനെ കട്ടക്കട്ടാന്ന് എടുക്കും. പക്ഷേ 1-2 പ്രാവശ്യം ഒന്നും എടുത്ത ഫൈറ്റൊന്നും അത്ര ശരിയാവില്ല. നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട് ആക്ഷൻ. അതാണ് നിങ്ങൾ കാണുന്നത്. ആ ആക്ഷൻ സീക്വൻസിൽ എനർജിയൊക്കെ നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്ന് ഇദ്ദേഹം അത് വളരെ കഷ്ടപ്പെട്ട് എല്ലാവരും ചേർന്ന് ചെയ്തതാണ്. അപ്പം പ്ലാനിങ് ഉണ്ടായിരുന്നു അതിൻ്റെ പുറകിൽ. ഓരോന്നിനും പുതുമയ്ക്കായി എപ്പോഴും ചെവി കൊടുക്കുന്നു. അതിപ്പോൾ പുതുമുഖ എഴുത്തുകാരായാലും സംവിധായകരായാലും അവർക്ക് കൈ കൊടുക്കുന്നു. അപ്പം ഈ ഒരു നിർബന്ധബുദ്ധി വ്യക്തിപരമായി അത് ഉണ്ടോ? ഈ സിനിമയിൽ അതിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ടോ? അല്ലെങ്കിൽ അടുത്ത ഐറ്റം ലോഡിങ് എന്ന് പറയാവുന്ന ഒരു സ്പെഷ്യൽ എലമെൻ്റ് ഉണ്ടോ? നിങ്ങളീ പറയുന്നത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയതല്ല, ഞാൻ വന്ന കാലം മുതലേ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അത് മറന്നു പോരുന്നത് കേട്ടോ. അങ്ങനെ എണ്ണി പറയാവുന്ന ഒരുപാട് വ്യത്യസ്തമായ സിനിമ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഓർക്കുന്ന ഈ പറഞ്ഞ പുട്ടുറുമീസ് ആണെങ്കിലും മൃഗയാണെങ്കിലും അതുപോലെ അയ്യർ ദ ഗ്രേറ്റ്, അതുപോലത്തെ ഒരുപാട് സിനിമകളുണ്ട്. ഈ തലമുറയിൽപ്പെട്ട ആളാണെന്ന് തോന്നുന്നു. കുറച്ച് മുതിർന്ന ആൾക്കാർക്ക് അതൊക്കെ അറിയാം. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഉണ്ടായിരുന്ന അതേ ആവേശത്തോടു വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. അന്ന് നമുക്കെല്ലാം നമ്മുടെ ആഗ്രഹത്തിന് ഒത്തുചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ ഇങ്ങനെ അങ്ങനെ ഒരു സൗകര്യം നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർക്കും നമുക്കും അങ്ങനെ ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഈ സിനിമ കഴിഞ്ഞാൽ എന്താ സിനിമ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുക. ഇപ്പോൾ ഇന്നുള്ള കുഴപ്പമാണ്. മറ്റേത് വന്നു കഴിഞ്ഞാൽ 2-3 സിനിമകൾ നമ്മൾ തുടങ്ങുമായിരുന്നു. ഇപ്പോൾ ഒരു സിനിമ അടുത്ത് തുടങ്ങാനായിട്ട് ഇങ്ങനെ സമയമെടുക്കുന്നുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അതിനൊന്നും ആൾക്കാർ നമ്മുടെ അടുത്ത് പരാതിപ്പെട്ടിട്ട് വന്നിട്ടില്ലോ എന്തേ സിനിമയിലും എനിക്കകത്തുനിന്ന്. സിനിമ കൊടുത്താലും അവരുണ്ടെങ്കിൽ കാണും. അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പോൾ മമ്മൂക്ക ആസ് എൻ ഓഡിയൻ എന്ന നിലയിൽ നമ്മുടെ മറ്റ് മലയാള മൂവീസ് നോക്കുകയാണെങ്കിൽ വാട്ട് ഡു യു ഫീൽ? ഇസ് ഇറ്റ് ദ ഓഡിയൻസ് മാറുകയാണോ അതോ മലയാള സിനിമയാണോ മാറുന്നത്? ഓഡിയൻസ് മാറിയാലേ സിനിമ മാറുള്ളൂ. ഓഡിയൻസാണ് സിനിമ മാറ്റുന്നത്. ഒള്ളില്ലാത്തത് കാണാതിരിക്കും, നല്ലത് കാണുമ്പോൾ നാച്ചുറലി സിനിമ നന്നാവും. നല്ല ഓഡിയൻസ് ഉള്ളിടത്തേ നല്ല സിനിമ ഉണ്ടാവുള്ളൂ. അതിലൊന്നും തർക്കമൊന്നുമില്ല. നമ്മുടെ ആളുകൾ നല്ല സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്നത്, നല്ല സിനിമ കാണാൻ വരുന്നത് കൊണ്ടാണ് നല്ല സിനിമ ഉണ്ടാകുന്നത്. മറ്റു ഭാഷകളിൽ കണ്ടില്ല, അവർക്ക് ഓഡിയൻസിനെ അറിയാത്തത് കൊണ്ടാണ് ചിലപ്പോൾ അവർ പരാജയപ്പെട്ടു പോകുന്നത്. ഓഡിയൻസാണ് സിനിമയെ നിയന്ത്രിക്കുന്നത് പൂർണ്ണമായിട്ടും.